ഹായ് ഹലോ, ഇതൊരു ശനിയാഴ്ച രാത്രിക്കത്തെ വീഡിയോ ആണ് കേട്ടോ. എന്നും രാവിലത്തെയും വൈകുന്നേരത്തെയൊക്കെ വിശേഷങ്ങളല്ലേ ഉണ്ടാവില്ലേ. ഇന്ന് രാത്രിക്കത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അതിന് ഞാൻ ആദ്യം തന്നെ ചിക്കൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഐസൊക്കെ നലിഞ്ഞ് വരാൻ. പിന്നെ അത് അരി അളന്നെടുത്തിട്ട് കഴുകി വെച്ചിട്ടുണ്ട്, അതിൻ്റെ വെള്ളം ഒന്ന് വാർന്നെടുക്കാൻ. പിന്നെ എന്താ പറയുക, ഇഞ്ചും വെളുത്തുള്ളിയും ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ വൈകുന്നേരം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ രാത്രി അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ പറയാൻ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. എന്താ ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അത് മസാല തേച്ച് വെക്കണം കേട്ടോ. ചിക്കനിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മൈദപ്പൊടിയും ഒരു സ്പൂൺ അരിപ്പൊടിയും ഇട്ടിട്ടാണ് കേട്ടോ ഇത് മസാല ആക്കി എടുക്കുന്നത്. പിന്നെ ഒരു ലേശം കളർ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുളക് പൊടി നല്ല എരിവുള്ളതായ കാരണം കുറച്ചിട്ടാൽ തന്നെ നല്ല എരിവ്. അപ്പോൾ പിന്നെ ഒന്ന് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കളർ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അപ്പോൾ ഇഞ്ചും ഉള്ളിയും തക്കാളിയൊക്കെ റെഡിയായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ പൊരിച്ചിട്ടല്ല കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. ബിരിയാണിയിലുള്ള ചിക്കൻ കഴിക്കാൻ ഇവിടെ ആർക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കരളും കഴുത്തും അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ടാവില്ല, അതൊക്കെ ഇട്ടിട്ട് അതാണ് കേട്ടോ ഞാൻ ചോറിലിട്ടിരിക്കുന്നത്. അപ്പോൾ ചോറിന് നല്ല ചിക്കൻ്റെ ടേസ്റ്റും ഉണ്ടാവും. ചിക്കനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് കഴിക്കാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അരിക്കൂടെ തന്നെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അങ്ങനെ തന്നെയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ ചോറ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ ഇടയിൽ അത് വേവുന്ന സമയത്ത് ഞാൻ നിയാപ്പിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഓളെ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഓളെ കൂടെ പിരിഞ്ഞു കൊടുക്കണം. എഴുതണം എന്നുണ്ടെങ്കിൽ എഴുതാൻ അവൾക്ക് ഇഷ്ടമാണ്, പക്ഷേ എഴുതുമ്പോൾ നമ്മൾ കൂടെ ഇരുന്നിട്ടില്ലെങ്കിൽ ലൈനുകൾ കോപ്പിയൊക്കെ എഴുതുമ്പോൾ ലൈന് കയറിയിട്ട് ഇറങ്ങിയിട്ടൊക്കെ ആയി പോകും കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് വന്നിട്ട് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ സുറുക്ക ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ സെറ്റാക്കി എടുത്തു. പിന്നെ ഞാൻ ചിക്കൻ പൊരിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ചിക്കൻ പൊരിക്കണതിൻ്റെ എണ്ണ ഒഴിച്ചപ്പോൾ അതിൽ ഞാൻ കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ട് അതൊരു മൂപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ അതിൽക്കാണ് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പം ഇവിടെ ചിക്കൻ കൂട്ടും കേട്ടോ. ഇപ്പാക്ക് ചിക്കൻ ഇഷ്ടമല്ല. അപ്പോൾ ഇപ്പാക്ക് ഞാൻ ഉച്ചക്കലത്തെ ചോറും കുമ്പളങ്ങ കറിയും പിന്നെ മീൻ മത്തി പൊരിച്ചതും ഉണ്ട് കേട്ടോ, അതും കൂടി കൂട്ടി ചോറ് കൊടുക്കാനെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. ഓളൊറ്റയ്ക്ക് തിന്നൊക്കെ ചെയ്യും, പക്ഷേ ബിരിയാണി ആയതുകൊണ്ട് അവൾക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. മന്തിയൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടമാണ്. പിന്നെ അപ്പോൾ ഞാൻ ചോറുകൊണ്ട് വാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വയറ്റിൽ പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും വാരിത്തരാമെന്ന് പറഞ്ഞിട്ട് ഫോണും കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോണ് കൊടുക്കാറില്ല ഞാൻ, പക്ഷേ ഇന്ന് ബിരിയാണിയിൽ ഉള്ളിൽ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾക്ക് കഴിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ചെങ്കിലും വയറ്റിപ്പെടട്ടെ വിചാരിച്ചിട്ട് ഫോണ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.